മാധുരി കൊണ്ട് ബഹ്റിനിലെ സംഗീത പ്രേമികളെ കീഴടക്കിയ പലരും രാഗസുധയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സ്വരങ്ങളുടെ വലിയ ലോകത്തേക്ക് കാലെടുത്തു വെച്ച 2 കുരുന്നുകളെയാണ് രാഗസുധയിൽ പരിചയപ്പെടുത്തുന്നത്. 8 വയസ്സുകാരൻ സ്റ്റീവും 11 വയസ്സുകാരി ഷാരോണും. ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ് സ്റ്റീവിന്റെയും ഷാരോണിന്റെയും സംഗീത അഭിനിവേശം. ഏഷ്യൻ സ്കൂളിലെ 4ഉം 8ഉം ക്ലാസുകളിൽ പഠിക്കുന്ന ഈ കുരുന്നുകൾ നേടിയ ഒട്ടനവധി സമ്മാനങ്ങൾ അവരുടെ സംഗീത മികവിന്റെ തെളിവുകളായി നിൽക്കുന്നു. അവരുടെ ഈ അഭിരുചിക്ക് പ്രോത്സാഹനമായി മാതാപിതാക്കളായ ബേബി മാത്യുവും ബെറ്റി ജോസഫും കൂടെയുണ്ട്. ഷാരൺ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ആരാണ് ഷാരന്റെ സംഗീത ഗുരു ബഹ്റിനില്? ഞാൻ 7 വർഷമായി പഠിക്കുന്നു. പ്രസന്റ്ലി ഞാൻ പഠിക്കുന്നത് ജോളി ടീച്ചറിന്റെ അടുത്തായിരുന്നു. ഇപ്പം 5 വർഷമായിട്ട് ഞാൻ ലളിത ടീച്ചറിന്റെ അടുത്തായിരുന്നു പഠിക്കുന്നത്. ഫ്യൂച്ചറിൽ എനിക്കൊരു സിംഗർ ആവണമെന്ന് താല്പര്യം. നാട്ടിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് നല്ല അവസരങ്ങളാണ്. ഉദാഹരണത്തിന് ഒരുപാട് റിയാലിറ്റി ഷോസ്, ജൂനിയർ ഐഡൽ പോലെയൊക്കെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരവും സംഗീത രംഗത്തോ അല്ലെങ്കിൽ നൃത്തരംഗത്തോ ഒക്കെ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള ചില ഷോസ് എങ്കിലും നമ്മുടെ പ്രവാസ ഭൂമിയായ ബഹ്റിനിൽ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഷാറിന് തോന്നാറില്ലേ? ഇവിടെ വന്നാൽ നല്ലതായിരുന്നു. എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ ടാലന്റ്സിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതാണ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ. കഴിഞ്ഞ 5 വർഷമായി കർണാടിക് സംഗീതം അഭ്യസിക്കുന്ന ഷാരോണിന് കൂട്ടായി 2 വർഷമായി സ്റ്റീവും പഠനം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 2 പേരും കീബോർഡ് അഭ്യസിക്കുന്നുമുണ്ട്. ചേച്ചി ഷാരോൺ ആകട്ടെ ഇവയ്ക്കൊക്കെ പുറമെ കഴിഞ്ഞ 7 വർഷമായി ഭരതനാട്യ പഠനവും നടത്തുന്നുണ്ട്. ഷാരോൺ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആരാണ്? അവരുടെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? എന്റെ പ്രിയപ്പെട്ട ഗായിക ജാനകി അമ്മയാണ്. നാദാ നീവരുമാണ് എന്റെ ഫേവറേറ്റ് സോങ്. നാഥാ നീവർ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താമരവീഥിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥാ നീവർ കാലൊച്ച കേൾക്കുവാൻ. വാർത്തിങ്കളുദിക്കാത്ത വാർത്തങ്കരാത്രിയിൽ ഇന്ദിനീ അഷ്ടമംഗല്യം. വാർത്തിങ്കളുദിക്കാത്ത വാർത്തങ്കരാത്രിയിൽ ഇന്ദിനീ അഷ്ടമംഗല്യം. പൂമണം മായമീ കാന്തശയ്യയിൽ, പൂമണം മായമീ കാന്തശയ്യയിൽ ഇന്ദിനീ അനഘമന്ത്രം. വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ, വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ. ഇനി എനിക്കാരാണോ നീയല്ലാതെ എനിക്കാരാണോ? വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ ഇന്ദിനീ അഷ്ടമംഗല്യം. താമ്പൂലമൊരു
ജന്മമിനിയത്ര ദൂരം പോകീനം തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ ഇന്ദിനീ അഷ്ടമംഗല്യം. ബഹ്റൈൻ കേരളീയ സമാജം നടത്തുന്ന ബാലകലോത്സവം, കേരള കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ടാലന്റ് സ്കാൻ എന്നീ പരിപാടികളിൽ കവിതാ പാരായണം, ലളിതഗാനം, ക്രിസ്തീയ ഭക്തിഗാനം അങ്ങനെ നിരവധി സമ്മാനങ്ങൾ 2006 മുതൽ ഷാരോണെ തേടി എത്തിയിട്ടുണ്ട്. അതുപോലെ 2 വർഷമായി സ്റ്റീവും നിരവധി മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട്. സ്റ്റീവ് ചേച്ചിയായിട്ട് അടികൂടാറുണ്ടല്ലേ? പ്രത്യേകിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിയോട് പിന്നെ അച്ഛനും അമ്മയൊക്കെ പറയും, ദേ നോക്ക് ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ചേച്ചിയോട് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ചെറിയ അസൂയ ഇങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നാറില്ല. എന്റെ ചേച്ചി നന്നായിട്ട് പാടിയതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് തോന്നാറുള്ളത്. സ്റ്റീവ് നന്നായിട്ട് കവിതകളൊക്കെ പാടുമെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. സ്റ്റീവിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു കവിത ഒന്ന് ചൊല്ലാവോ? കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കാടറിയാ കിളി കഥയറിയാ കിളി കരളാൽ ഒരു മുടി ചോദിച്ചു, കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശികളായ ബേബി മാത്യുവും ബെറ്റിയും ബഹ്റിനിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. ഈ കുരുന്നുകളുടെ സംഗീതയാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.